ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹോമേഴ്സ്. ദിസ് ഈസ് ഷിഫ്ന. എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിത് അവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കണോ. പിന്നെ ഇനി ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ വീഡിയോ കണ്ടിട്ട് എന്താണെന്നുള്ളത് അഭിപ്രായം കമൻറ്റായിട്ട് പറയണം കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ നമുക്ക് എനർജിയോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ തുടങ്ങാം. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതവിടെ അങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ അന്തം വിടലൊക്കെ ഏകദേശം ഒന്ന് സൈഡായതിനു ശേഷം ഞാൻ വിചാരിച്ച് പോയിത്താത്തിൻ്റെ അടുത്ത് പോകാമെന്നുള്ളത്. അങ്ങനെ ഇതാ ഞാനും എൻ്റെ ബ്രദറുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് നാളത്തേക്ക് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ നടക്കില്ല വിചാരിച്ചിട്ട് ഇന്ന് എൻ്റെ ഒറ്റയടിക്ക് പോയി. അങ്ങനെ ഇതാ പോയിത്താത്തിൻ്റെ അടുത്ത് എത്തി. അവിടുന്ന് കുറേ സംസാരിച്ച് അങ്ങനെ ഇതാ പിരിഞ്ഞു. അങ്ങനെ ഇതാ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് ഞാനൊരു കരിക്ക് കണ്ടു. അപ്പോൾ അത് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ വണ്ടി സൈഡാക്കി ഞങ്ങൾ അവിടെ നിന്നുള്ള ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൊരു വീഡിയോയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും. ഞാൻ കുടിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ച് പോയി. എന്തൊക്കെയാണ് ഈ കുട്ടിക്ക് ആലോചിക്കാനുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മമ്മ ഇതാ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മാസ് ബിരിയാണി ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പച്ചമാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂവി കാണുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പെമ്പിള്ളേരടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ട മനസ്സാ. എന്താ അടുത്തൊരു സീൻ കാണും. എപ്പോഴാണ് എൻ്റെ മൂഡ് മാറി മറിയണമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് കാണുന്ന മൂവി എൻ്റെ ഇത് അവിടെ നിർത്തി വെച്ചിട്ട് ഇതാണ് എൻ്റെ പരിപാടി. അങ്ങനെ ഇന്നത്തെ ഡിന്നർ എന്ത് ചെയ്ത് എൻ്റെ അനിയത്തി പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. കാരണം ഇന്നത് നൂഡിൽസ് ആയിരുന്നു. സത്യം പറയാലോ, എൻ്റെ അനിയത്തി കുറച്ച് വലുതായതിന് ശേഷം പിന്നെ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അവൾ എനിക്ക് ഉണ്ടാക്കി തരാനാണ് പതിവ്. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കാര്യമായിട്ടുള്ള പണി എടുക്കാറുണ്ടല്ലോ. ബട്ട് ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഇപ്പോൾ അവൾ വളർന്നതുകൊണ്ട് പല രീതിയിൽ എനിക്ക് മെച്ചങ്ങളുണ്ട് മോളെ. അവൾ ചെയ്യുന്ന പോലെ ചോപ്സ്റ്റിക്ക് കൊണ്ട് എനിക്കിതൊന്നും കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഫോർക്ക് തന്നെ മതി. അതാണ് എപ്പോഴും നല്ലത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെഗ് നോക്കി തന്നെ എന്തെയ്യുന്ന ആ വീഡിയോ എടുക്കണോണ്ടാണ്. അല്ലേ ലെഗൊന്നും ആർക്കും തരൂലോള്. സത്യം പറയാലോ, എൻ്റെ അനിയത്തി ഉണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് ആർക്കും ലെഗ് കണി കാണാൻ പോലും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം എന്തോന്നാവോ വീഡിയോ എടുത്തിട്ടാണ്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ മറക്കണ്ട. ഓക്കെ, ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി.